രാശിയെ നമ്മൾ എണ്ണുന്നത് ഇവിടാണ് നമ്മൾ എണ്ണി തുടങ്ങുന്നത്. ഈ 1 എന്ന് എഴുതിയേക്കുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ എണ്ണി തുടങ്ങുന്നത്. അതായത് കിഴക്ക് വശം ആയിട്ടാണ് വരുന്നത് ഈ ഭാഗം. ഈ 2 ഭാഗം കിഴക്കാണ്, ഇവിടെ 2 പടിഞ്ഞാറ്. അപ്പോൾ ഈ കിഴക്ക് വശത്തു നിന്നാണ് നമ്മൾ എണ്ണി തുടങ്ങുന്നത് രാശി. അതുപോലെ തന്നെ ഈ ഓരോ രാശിക്ക് നമ്പർ മാത്രമല്ല, ഈ രാശികളെ ഓരോ രാശിയെയും അല്ലെങ്കിൽ 12 രാശികളെയും നമ്മൾ 12 പേരിട്ടാണ് നമ്മൾ ഇവിടെ വിളിക്കുന്നത്. ഇനി അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മലയാള മാസത്തിൽ നമ്മൾ സാധാരണ മലയാള മാസങ്ങൾ തന്നെയാണ് അതിൻ്റെ പേര്. അതിൽ നമുക്കൊരു ഈസിയാണ്. അതുകൊണ്ട് നമുക്ക് വേറെ പുതിയതായിട്ട് പേരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനൊരു സൗകര്യം നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ മലയാള മാസം ചിങ്ങം കന്നി എന്നാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ പറയുന്നത്. ചിങ്ങമാണ്, ചിങ്ങം എന്നാണ് വർഷം, കൊല്ലവർഷം തുടങ്ങുന്നത്. അങ്ങനെയാണ് നമ്മൾ കൊല്ലവർഷം തുടങ്ങുന്നത്. പക്ഷേ രാശിചക്രത്തിൽ ഒന്നാമത്തെ രാശിയുടെ പേരെന്താണ്? മേടം എന്നാണ് പറയുന്നത്. മേടം. അങ്ങനെ മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകര, കുംഭം, മീനം. ഇപ്പോൾ മീനമാകുമ്പോഴത്തേക്കും 12 മാസങ്ങളായി. ഇപ്പോൾ ഈ മേടമാസത്തിൽ നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? വിഷുവൊക്കെ ഉണ്ട്. വിഷു വരുന്ന സമയമാണ്. വിഷു പല സ്റ്റേറ്റുകളിലും പല പേരിട്ട് പുതുവർഷം എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട് ആൾക്കാർ. അപ്പോൾ ഇതുകൊണ്ട് എന്ന് വെച്ചാൽ ഈ രാശിചക്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഈ മേടമാസത്തിലാണ് രാശിചക്രം, അല്ലെങ്കിൽ മേടമാസമല്ല, മേടം രാശി എന്ന് തന്നെ പറയാം. മേടം രാശിയാണ് ഏത്? രാശിചക്രത്തിൽ ഒന്നാമത്തെ രാശി. അപ്പോൾ അങ്ങനെ 1, 2, 3, 4 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ മേടം ആണ് ഒന്നാമത്തെ രാശി. അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ഇതിൻ്റെ ഒരു ബേസിക്കാണ്. ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെന്ത് മനസ്സിലാക്കാം? ഈ കാണുന്ന പൊസിഷൻ, ഉദാഹരണത്തിന് മുകൾ വശത്ത് രണ്ടാമത്തെ എന്ന് പറയാം. മുകൾ വശത്ത് രണ്ടാമത്തെ രാശിയായിരിക്കും എപ്പോഴും മേടം രാശി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഗ്രഹനില നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗ്രഹനില എടുക്കാം. കാണാമല്ലോ അല്ലേ? ഒരു ഗ്രഹനിലയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടോ? 1 എഴുതിയേക്കുന്നുണ്ടോ? ഈ മുകളിൽ ചെറിയ ഇമേജ് ബ്ലേഡാണ്. ഇതാണ് 1. ഇതാണ് മേടം. അപ്പോൾ ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന രാശിയാണ് മേടം രാശി എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ജനിക്കുന്ന മാസത്തിലാണോ? ഇപ്പൊ മേടമാസത്തിൽ ജനിച്ച മേടം രാശിയിലാണോ? മേടമാസത്തിൽ ജനിച്ചാല് മേടം രാശിയിൽ, അല്ലെങ്കിൽ മേടം രാശിയിലായിരിക്കും. നമുക്ക് മേടം രാശിയിൽ മേടം രാശിയിൽ എന്താണെന്ന് ചോദിച്ചത്? മേടമാസത്തിൽ ജനിക്കുന്ന ഒരാള് മേടം രാശിയിലാണോ ജനനം? അങ്ങനെ പറയുമോ? ഇടവത്തിലാണ് ഇടവൻ രാശി, അങ്ങനെയാണോ? ഇല്ല, നമ്മൾ ജനിക്കുന്നതെന്ന് പറയുമ്പോൾ ജനിക്കുന്ന സമയം എടുത്താണ്. ആ സമയത്ത്
ഇതുണ്ടോ ലഗ്നം എഴുതിയേക്കുന്നുണ്ടോ? ആ ജനിക്കുന്ന സമയം അനുസരിച്ച് ലഗ്നം മാറും. അതായത് ജനിക്കുന്ന സമയം, ഇപ്പോൾ സൂര്യൻ നിൽക്കുന്ന ഡിഗ്രി ഉണ്ടോ? സൂര്യൻ നിൽക്കുന്ന സ്ഥലം, ചന്ദ്രൻ നിൽക്കുന്ന സ്ഥലം, ഇതിനെല്ലാം ആശ്രയിച്ചായിരിക്കും ഇത് പറയുന്നത്. പക്ഷേ നമ്മൾ ഇന്ന രാശിയിൽ ജനിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് അവിടെ ഉദ്ദേശിച്ചത്. ഇപ്പോൾ മേടൻ രാശിയിലാണ് ഒരാൾ ജനിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മേടക്കൂറ് എന്ന് പറയും, അങ്ങനെ പറയും. ഈ രാശിക്ക് നമ്മൾ കൂറെന്നും പറയും. അപ്പം മേടൻ രാശിയിൽ ഒരാൾ ജനിച്ചെന്ന് പറയുകയാണെങ്കിൽ അയാളുടെ ഗ്രഹനില എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ചന്ദ്രൻ മേടത്തിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനെയാണ് ആ ബന്ധം വരുന്നത്. ഇപ്പം ഇവിടെ ചന്ദ്രൻ നിൽക്കുന്നത് എവിടെയാണ്? മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി. ഇതുണ്ടോ? കന്നിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. കാണാമല്ലോ അല്ലേ? കന്നിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കന്നി ലഗ്നക്കാരൻ, അല്ല കന്നി കൂറിൽ ജനിച്ചയാൾ എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ മിക്കവാറും ചന്ദ്രൻ നിൽക്കുന്ന ഏത് രാശിയിലാണോ അല്ലെങ്കിൽ ഏത് കൂറിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ പേരായിരിക്കും പറയുന്നത്, അവർ ജനിച്ച രാശി അല്ലെങ്കിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിളായിട്ട് നമ്മളൊരു രാശിചക്രം എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇവിടെ കാണുന്ന ഈ ആദ്യത്തെ കാണുന്നതാണ് മേടം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇടവം, മിഥുനം, കർക്കിടകം, അങ്ങനെ പോകും. അപ്പോൾ ആ ജനിക്കുന്ന സമയത്ത് മേടത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ പേരാണ് ഇവിടെ എഴുതിയേക്കുന്നത്. കണ്ടോ? ഇവിടെ 2 ഗ്രഹങ്ങൾ നിൽപ്പുണ്ട് മേടത്തിൽ. അതിലൊന്ന് എന്താണ്? ശുക്രനാണ്. മറ്റൊന്ന് മന്ദൻ എന്ന് പറയും. ശനിയെ മന്ദൻ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായത്? അപ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ഷോർട്ട് ഫോം ഉണ്ട്. അത് നമുക്ക് പറയാം. ഓരോ ഗ്രഹത്തിനും ഓരോ ഷോർട്ട് ഫോം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ജാതകം തന്നെ എടുത്ത് നോക്കുവാണെങ്കിൽ കാണാം. അങ്ങനെ ഓരോ രാശിയിലായിരിക്കും ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ രാശിയിൽ എന്ന് പറയുമ്പം രാശിയുടെ നടുക്കായിരിക്കുകയല്ല ഒരിക്കലും നിൽക്കുന്നത്. ചിലപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു ഈ രാശി തുടങ്ങുന്നത് എത്രയാണ്? 1 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ ഉണ്ട്. 30 ഡിഗ്രിയാണ് ഓരോ രാശിയുടെയും ദൈർഘ്യം എന്ന് പറയുന്നത്. 30 ഡിഗ്രി. അതിൽ ശുക്രൻ നിൽക്കുന്നത് ചിലപ്പോൾ 5 ഡിഗ്രിയിലായിരിക്കാം. ശനി നിൽക്കുന്നത് ചിലപ്പം 20ാമത്തെ ഡിഗ്രിയിലായിരിക്കാം. മനസ്സിലായോ പറഞ്ഞത്? അപ്പം അങ്ങനെ കൃത്യം ഒരു നിശ്ചിത ഡിഗ്രിയിലായിരിക്കും ഓരോ ഗ്രഹവും നിൽക്കുന്നത്. ചിലപ്പോൾ വളരെ അടുത്തായിരിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചന്ദ്രൻ നിൽക്കുന്ന ഇവിടെ, ഇപ്പോൾ ചന്ദ്രൻ്റെ കൂടെ സൂര്യനും ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റും? സൂര്യനും ചന്ദ്രനും ഇവിടെ 1 ഡിഗ്രിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്, 10 ഡിഗ്രിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ അവർ ഒരേ ലൈനിലല്ല. സൂര്യനും ചന്ദ്രനും ഒരേ ഡിഗ്രിയിൽ തന്നെ നിൽക്കുവാണെങ്കിൽ എന്ത് പറ്റും? സൂര്യനും ചന്ദ്രനും 10 ഡിഗ്രി നിൽക്കുകയെന്ന് വെച്ചു ഒന്നിച്ച്. അപ്പോൾ എന്ത് പറ്റും? അപ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. സൂര്യഗ്രഹണം സമയത്താണോ ചന്ദ്രഗ്രഹണം വരുന്നതെന്ന് പറയുന്നത്? അത് തന്നെ. സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ ഒക്കെ വരുന്നത് അങ്ങനെയാണ്. ഒരു രാശിയിൽ തന്നെ സൂര്യനും ചന്ദ്രനും ഒരേ ഡിഗ്രി നിൽക്കണം. അടുത്തല്ല, അത് രണ്ടുപേരും വളരെ ദൂരെയാണ്. എങ്കിലും നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ ഒരൊറ്റ ആംഗിളിലായിരിക്കും, ഒറ്റ ലൈനിലായിരിക്കും നിൽക്കുന്നത് സൂര്യനും ചന്ദ്രനും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഒരെണ്ണം ഒന്നിനെ മറയ്ക്കും. അതങ്ങനെയാണ് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചിലരുടെ ഗ്രഹനില നോക്കി അങ്ങനെ കിട്ടും നമുക്ക്. ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം ഉള്ള സമയത്തായിരിക്കാം ആ വ്യക്തി ജനിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ജാതകത്തിൽ വരാം.
അപ്പോൾ ഇങ്ങനെ ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലും ആ ഗ്രഹങ്ങൾ നിൽക്കുന്നത് കൃത്യം 1 ഡിഗ്രിയിലായിരിക്കാൻ ഉള്ള ചാൻസ് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു ബോക്സിലാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹൗസ് അല്ലെങ്കിൽ ഒരു രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഗ്രഹങ്ങൾ നിൽക്കുന്നതിൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത്, അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും? 30 ഡിഗ്രിക്കുള്ളിലായിരിക്കും. അതുകൊണ്ടാണ് ഒന്നിച്ച് നിൽക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഒരു ഹൗസിൽ ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഗ്രഹങ്ങൾ തമ്മിലുള്ള ഡിഗ്രി വ്യത്യാസം, ഏത് ഡിഗ്രിയിലാണ് നിൽക്കുന്നത്, എത്ര ഡിഗ്രിയിലാണ് നിൽക്കുന്നതെന്നുള്ള വ്യത്യാസം 30 ഡിഗ്രിയിൽ കുറവായിരിക്കും മിക്കവാറും. ഇപ്പോൾ ഉദാഹരണം പറയാം. ഇത് 1ാമത്തെ രാശിയാണ്. അപ്പോൾ ഇവിടെ ഇവിടുന്ന് നമ്മൾ എണ്ണി 1 എണ്ണി 360 ഡിഗ്രിയാണ് ഇവിടെ തിരിച്ചു വരുമ്പോൾ. അപ്പോൾ 1 മുതൽ 360 വരെയാണ് ഈ ഒരു റൗണ്ട്, ഒരു സർക്കിള്, ഈ രാശി ചക്രത്തിൻ്റെ അളവെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ശുക്രൻ 5 ഡിഗ്രിയിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അതുപോലെ ഇവിടെ ശനി 25 ഡിഗ്രിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇത് രണ്ടും ഒരു ബോക്സിൽ എഴുതും നമ്മൾ. ഇത് രണ്ടും ഒന്നിച്ചെഴുതും. അതേസമയം ശനിയുടെ ഡിഗ്രി 32 ആയിരുന്നെങ്കിൽ ശനി അവിടെ വന്നേനെ. ഇതിന് ഈ ഒരു ബോക്സിന് 30 ഡിഗ്രി ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന നോക്കണ്ട. ഈ ശനിയുടെ ഡിഗ്രി 32 ആയിരുന്നെങ്കിൽ ശനി എത്രാമത്തെ ബോക്സിലായിരിക്കും? പറയാം. കിട്ടുന്നുണ്ടോ? നമുക്ക് ആദ്യത്തെ ബോക്സിൽ 30 വരെ ഉള്ളൂ. ഓരോ ബോക്സിൽ 30 ഡിഗ്രി അല്ലേ? അതെ. അന്നേരം 32 വരുമ്പോ അടുത്ത ബോക്സിലോട്ട് പോകും. കറക്റ്റ്, അത് തന്നെ. അപ്പോൾ അങ്ങനെയാണ് ഈ മാനുവലായിട്ട് ശരിക്കും കണക്ക് കൂട്ടി എടുക്കുന്നത്. ഓരോ ഗ്രഹത്തിൻ്റെ എത്ര ഡിഗ്രിയിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയാണ് അതനുസരിച്ചാണ് ഈ ബോക്സിൽ എഴുതുന്നത്. പിന്നെ വേറെ കൂടി ചോദിക്കാം. ഇപ്പോൾ ഈ ശനിയുടെ ഡിഗ്രി 70 ഡിഗ്രി ആയിരുന്നെങ്കിൽ ശനി എവിടെ ആയിരിക്കും? മൂന്നാമത്തെ ബോക്സ്. കറക്റ്റ്. ഒരു 70 എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ 30 ഉള്ളൂ. പിന്നെ അടുത്തത് 31 മുതൽ 60 വരെ രണ്ടാമത്തെ ബോക്സ്. പിന്നെ മൂന്നാമത്തെ ബോക്സ് എന്ന് പറയുമ്പോൾ അത് തന്നെ 60 മുകളിലേക്കുള്ളതെല്ലാം അതിൻ്റെ അകത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗ്രഹനിലയിൽ നമ്മൾ മാനുവലായിട്ട് ചെയ്യുവാണെങ്കിൽ ശരിയാക്കുന്നത്. അതിന് വേറൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം, മനസ്സിലാവുന്നത്.